ബിജെപി ദേശീയ ഭാരവാഹി പട്ടിക ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. നിതിൻ നബിൻ അധ്യക്ഷനായി ചുമതലയേറ്റ് 6 മാസം പിന്നിടുമ്പോഴാണ് പുതിയ പട്ടിക വരുന്നത്. കേരളത്തിൽ നിന്നും കെ സുരേന്ദ്രൻ, അനിൽ ആന്റണി എന്നിവർക്ക് പദവികൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. മുൻ കേന്ദ്രമന്ത്രിമാരായ അനുരാഗ് സിംഗ് ഠാക്കൂർ, സ്മൃതി ഇറാനി എന്നിവർ സംഘടനാ രംഗത്തേക്ക് മടങ്ങിവരും. ധനസുമോദുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ധനസുമോദ്, ഇന്നോ നാളെയോ ഒരു പട്ടിക വരും. കേരളത്തിൽ നിന്ന് ആരൊക്കെയാണ് പരിഗണിക്കപ്പെടുന്നത്? നിതിൻ അധ്യക്ഷനായിട്ട് 6 മാസം തികഞ്ഞെങ്കിൽ പോലും അദ്ദേഹം പഴയ ടീമിന്റെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത്. അതായത് ഒരു പുതിയ ടീം നിതിൻ നബീന് വേണം എന്നുള്ള ആവശ്യം വളരെ ശക്തമായി തന്നെ തുടരുകയായിരുന്നു. 15-ാം തീയതിക്ക് ശേഷം ഈ പട്ടിക പുറത്തു വരും എന്നാണ് നിതിൻ നബീൻ കഴിഞ്ഞ ദിവസം, അതായത് പാർലമെന്റിന്റെ അവസാന ദിവസം മാധ്യമപ്രവർത്തകരുമായി ഒരു അനൗപചാരിക കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നോ നാളെയോ അദ്ദേഹത്തിന്റെ ഒരു ടീം, പുതിയ ടീം വരും എന്നുള്ള കാര്യം പ്രതീക്ഷിക്കുന്നത്. 45 വയസ്സുകാരനായ നിതിൻ നബീന്റെ അദ്ദേഹത്തിന്റെ ഏകദേശ പ്രായ പട്ടിക, അതായത് ഈ ബാക്കിയുള്ള ഭാരവാഹിത്വത്തിലുള്ളവർ ഒരു 50 വയസ്സിലുള്ള ആളുകൾ, നേതാക്കന്മാർ തന്നെയായിരിക്കും എന്നുള്ള ഒരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. BL സന്തോഷാണ് സംഘടനാ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന് മാറ്റമുണ്ടാവില്ല. മറിച്ച് നേരത്തെ വിനോദ് താവ്ഡെയാണ് നേരത്തെ അധ്യക്ഷനായി ഉയർന്നു കേട്ടിരുന്നത്. അദ്ദേഹത്തിന് നിതിൻ നബീന്റെ വരവോടുകൂടി അധ്യക്ഷ പദവിയിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. താവ്ഡെയ്ക്ക് മികച്ച ഒരു പദവി നൽകണം എന്ന അഭിപ്രായമുണ്ട്. ഈ നിലവിലെ വൈസ് പ്രസിഡന്റുമാരെ മാറ്റും എന്ന് തന്നെയാണ് അറിയുന്നത്. അതായത് ഇപ്പോൾ വസുന്ധര രാജസന്ധ്യ ഉൾപ്പെടെയുള്ളവർ മാറിയേക്കും. ഇതിൽ AP അബ്ദുള്ളക്കുട്ടി, കേരളത്തിൽ നിന്നുള്ളവരുണ്ട് എന്നുള്ള നേതാവാണ്. അദ്ദേഹം മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിവരം ലഭിക്കുന്നത്. അതേസമയം തന്നെ അനിൽ ആന്റണി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന സമയത്ത് അത് മികച്ച തരത്തിലാണ് പ്രവർത്തിച്ചത് എന്ന് BJPക്കുള്ളിൽ തന്നെ ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അനിൽ കെ ആന്റണിയെ ഒരു ന്യൂനപക്ഷ മുഖം എന്ന രീതിയിൽ തന്നെ മികച്ച പദവിയിലേക്ക് എത്തിക്കണം എന്ന ആഗ്രഹമുണ്ട്. കെ സുരേന്ദ്രൻ അധ്യക്ഷ പദവി ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പുതിയ പദവിയൊന്നും ലഭിച്ചിരുന്നില്ല. മാത്രമല്ല രാജ്യസഭയിലേക്ക് അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായെങ്കിലും ആ ഒരു പ്രതീക്ഷയും നിറവേറിയിട്ടില്ല. ദേശീയ സെക്രട്ടറി എന്ന പദവിയിലേക്ക് സുരേന്ദ്രൻ എത്തുന്നതിനെ കുറിച്ചുള്ള ഒരു കൂടിയാലോചന ഡൽഹിയിൽ നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കേരളത്തിൽ തന്നെയാണ് പ്രവർത്തിക്കാൻ താല്പര്യം എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നോ നാളെയോ ഈ പട്ടിക പുറത്ത് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ ഒരു തീരുമാനം അറിയാൻ കഴിയുക. BJP ദേശീയ നേതൃത്വത്തിലും അഴിച്ചുപണി നടക്കുകയാണ്. കെ സുരേന്ദ്രനും അനിൽ ആന്റണി ഉൾപ്പെടെയുള്ളവരാണ് പരിഗണിക്കപ്പെടുന്നത്.